ഹായ് ഡിയേഴ്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലയും ഒരു 5 വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിക്കുക. പിന്നെ ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് അരിയാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഈ സവാളയൊന്നും ഇതിൽ കാണില്ല ഗ്രേവിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. സവാള നല്ലപോലെ വഴന്ന് കഴിഞ്ഞാൽ മാത്രം ഈ ഒരു പരുവത്തിലായാൽ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് ചതച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ചതച്ചെടുത്ത് നല്ലപോലെ വാട്ടിക്കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണവും ഒക്കെ മാറണം. പിന്നെ ഒരു വലിയ തക്കാളി, പഴുത്ത തക്കാളി നമ്മൾ മിക്സിയിലിട്ട് തന്നെ അടിച്ചെടുക്കണം. അരിഞ്ഞിടുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂടി വയ്ക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. 1 kg ആണ്. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 800 ഗ്രാമൊക്കെ ഉണ്ടാവും. അത് ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് എന്താ പറയുക, സവാളയൊക്കെ ആയിട്ട് നല്ലപോലെ ഈ ഒരു ചിക്കൻ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് 2-2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മീറ്റ് മസാല ചേർക്കണം. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ളത് ഏതായാലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. കരിയാനൊന്നും പാടില്ല. നല്ലപോലെ ഈ ഒരു ചിക്കനൊക്കെ ആയിട്ട് കോട്ട് ചെയ്തതിന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇനി ഇത് വറ്റിച്ചെടുക്കണം. ഇടയ്ക്ക് കറിവേപ്പിലയും ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിലായ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടിപൊളി ടേസ്റ്റിയാണ്. ആ ഒരു ചാറൊക്കെ ഇതിൽ തന്നെ കിടന്ന്, ചിക്കനിൽ തന്നെ കിടന്ന് കുറുകി വന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൽ ആ ഒരു സവാള ഒന്നും കാണാനുണ്ടാവില്ല. അത് ആ ചിക്കനിൽ കിടന്ന് എന്താ പറയുക, കുറുകി അതൊക്കെ അലിഞ്ഞു പോയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ ഒരു കറി ഉണ്ടാവുക കേട്ടോ. ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഏതിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് ഏതാണോ കോമ്പിനേഷൻ ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.